വെൽക്കം ടു ബിന്ദു ചിത്തിര. ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിളായിട്ടുള്ള അത്താഴ റെസിപ്പിയാണ്. ചോറും പരിപ്പ് കറിയും വഴുതനങ്ങ ഫ്രൈയും വെളുത്തുള്ളി അച്ചാറും. ആദ്യം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ പരിപ്പ് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് അതിന് ആവശ്യത്തിനുള്ള ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ കുക്കിംഗ് ഓയിൽ ഏതാണെന്ന് വെച്ചാൽ നെയ്യോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും എടുക്കാം. എണ്ണയും ചേർത്ത് ആവശ്യത്തിന് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് പ്രഷർ കുക്കറിൽ ഒരു 4-5 വിസിലിട്ട് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് എടുത്തു വെച്ചിട്ടുണ്ട്. പരിപ്പ് കറിക്ക് ആവശ്യമുള്ള പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, സവാള അതൊക്കെ നുറുക്കിയെടുക്കുകയാണ്. ചെറിയ കഷ്ണങ്ങളാക്കി പച്ചമുളകും സവാളയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം നുറുക്കി വയ്ക്കാം. പരിപ്പ് കറി റെഡിയാക്കാനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും ഇട്ട് വഴറ്റി കൊടുക്കുക. സവാള വഴന്നു വരുന്നതിനിടയിൽ തന്നെ നമുക്ക് ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള വഴുതനങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വയ്ക്കാം. സവാള സോഫ്റ്റായി ഒരു ഇളം ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും ചേർത്ത് ഒരു മിനിറ്റൊക്കെ അതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നവരെ വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി വഴന്ന് വരാൻ ഇത്തിരി സമയം പിടിക്കും. അപ്പോൾ എളുപ്പത്തിൽ വഴാൻ വേണ്ടിയിട്ട് ഈ തക്കാളി ആ സവാളയുടെ മീതെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ അതിനുള്ള സ്റ്റീം കൊണ്ട് കുറച്ച് എളുപ്പത്തിൽ അത് വഴന്ന് കിട്ടും. തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം. അപ്പോൾ ആ വെള്ളം എടുക്കുന്നത് ഞാൻ ആ പ്രഷർ കുക്കറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കിയാണ്. അപ്പോൾ എന്നിട്ട് ആ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത്. അത് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ വെള്ളമൊക്കെ ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പരിപ്പിൽ നേരത്തെ ഉപ്പിട്ടതാണ്. അപ്പോൾ ആ ഉപ്പ് നോക്കിയിട്ട് ആ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുക്കറിൽ ചൂടാക്കിയ വെള്ളം കൂടെ ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് അതവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പം ഇതിനിടയിൽ നമുക്ക് ഇതിന് താളിക്കാൻ ആവശ്യമുള്ള ഇതൊക്കെ റെഡിയാക്കാം.
താളിക്കാനായിട്ട് നെയ്യോ ബട്ടറോ ആണ് കൂടുതൽ ടേസ്റ്റ്. ഞാനിവിടെ നെയ്യാണ് എടുക്കുന്നത്. പിന്നെ താളിച്ചിടാനായിട്ട് കടുക്, ജീരകം, പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി. വെളുത്തുള്ളി താളിച്ചിടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, അല്പം ഗരം മസാല, അല്പം മുളക് പൊടി, പിന്നെ കായപ്പൊടി, പിന്നെ കുറച്ച് മല്ലിയില അവസാനം തൂക്കി കൊടുക്കാം. ഇത്രയാണ് താളിപ്പിന് എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ദാൽ കറി റെഡി ആയിട്ടുണ്ട്. അതവിടെ മൂടി വയ്ക്കാം. ഇനി നമുക്ക് വഴുതനങ്ങ ഫ്രൈ റെഡിയാക്കാം. വഴുതനങ്ങ ചെറിയ പീസസ് ആയിട്ട് നീളത്തിലാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കടലപ്പൊടി, അല്പം ഗരം മസാല, ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി യോജിപ്പിച്ച് അല്പം എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് അത് നന്നായി യോജിപ്പിച്ചെടുക്കാം. നന്നായി ആ മസാലയൊക്കെ പുരട്ടി ഒരു 20 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വഴുതനങ്ങ മസാലയൊക്കെ പിടിച്ച് നല്ല മസാലയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി അത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല മുരുമുരുവായിട്ട് ഇരിക്കും. അങ്ങനെ നമ്മുടെ സിമ്പിൾ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. ചോറ്, പിന്നെ നമ്മൾ റെഡിയാക്കിയെടുത്ത പരിപ്പ് കറി, വഴുതനങ്ങ ഫ്രൈ, പിന്നെ നേരത്തെ ഉള്ള വെളുത്തുള്ളി അച്ചാർ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. Can't stay